അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബി അജ്മഈൻ. അമ്മ ബഅദ്. പ്രിയ സഹോദരങ്ങളെ, വാഹത്തുൽ ഇൽമിൻ്റെ തസ്ഹീൽ എന്ന സംശയ നിവാരണ പ്രോഗ്രാമിലാണ് നാം ഉള്ളത്. ഉളുഹിയ്യത്തുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെട്ട പ്രധാനപ്പെട്ട 10 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് ഈ പ്രോഗ്രാമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പ്രോഗ്രാം ആദ്യാവസാനം വരെ നിങ്ങൾ കേൾക്കുക. കാരണം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാവുന്ന ചോദ്യങ്ങളാണ് ഇതിലുള്ളത്. ആ ചോദ്യങ്ങൾ ദൂരീകരിക്കാൻ ഈ സംസാരം ഇൻഷാ അല്ലാഹ് നമ്മെ സഹായിക്കും. അതിൽ ഒന്നാമത് ചോദിക്കപ്പെട്ടിട്ടുള്ളത്, ഉളുഹിയ്യത്തും അഖീഖത്തും നമുക്ക് ആ രണ്ടും നിയ്യത്താക്കിക്കൊണ്ട് ഒറ്റ അറവ് നടത്താൻ പറ്റുമോ? ഉളുഹിയ്യത്തിൻ്റെ കൂടെ അഖീഖയും നമുക്ക് നിയ്യത്താക്കാമോ? ഇതാണ് ഒരു ചോദ്യം. ഇത് ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഉളുഹിയ്യത്ത് അറക്കുമ്പോൾ അതിൽ നമ്മൾ എന്തുകൂടി നിയ്യത്താക്കുന്നു? അഖീഖ കൂടി നിയ്യത്താക്കുന്നു. ഇത് ശരിയാണോ എന്നതാണ് ചോദ്യം. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർ 2 നിലക്കുള്ള അഭിപ്രായങ്ങളാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ശരിയായ അഭിപ്രായം, ഇത് രണ്ടും 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിർവഹിക്കപ്പെടുന്ന അറവായതുകൊണ്ട് ഒറ്റ അറവിൽ ഇത് രണ്ടും കൂടി നിയ്യത്താക്കാൻ പാടില്ല എന്നാണ് മനസ്സിലാവുന്നത്. എന്നാൽ പാടുണ്ട് എന്ന് പറഞ്ഞവരുമുണ്ട്. നമുക്കതിൻ്റെ വശങ്ങൾ എല്ലാം ഒന്ന് വിശദീകരിക്കാം. അതിലാദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഉളുഹിയ്യത്താണെങ്കിലും അഖീഖയാണെങ്കിലും ഇത് നിർബന്ധമല്ല, വളരെ പ്രധാനപ്പെട്ട സുന്നത്താണ്. സുന്നത്തുൻ മുഅക്കദ എന്ന് പറയും. അല്ലെങ്കിൽ അങ്ങേയറ്റം മുസ്തഹബായ, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ വാജിബല്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നത് ഉളുഹിയ്യത്ത് അറക്കുവാനും അതേപോലെ തന്നെ അഖീഖ അറക്കുവാനും രണ്ടും വേറെ വേറെ അറക്കുവാനുള്ള സാമ്പത്തിക ശേഷി അവർക്കുണ്ടാവുകയില്ല. അങ്ങനെയുള്ളവർ പൊതുവേ ഈ ചോദ്യം ചോദിക്കാറില്ല. മറിച്ച് ഇത് രണ്ടും കൂടി ഒന്നിൽ ഉൾപ്പെട്ടാൽ ഒരുപാട് സാമ്പത്തികമായ ലാഭമുണ്ടാകുമല്ലോ എന്ന് ചിന്തിച്ചിട്ടാണ് ഈ ചോദ്യം. അവിടെ നമുക്ക് പറയാനുള്ളത്, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹ. ഒരു നഫ്സിനോടും അതിൻ്റെ കഴിവിൽപ്പെടാത്തത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയില്ല. അതുകൊണ്ട് തന്നെ അഖീഖയാകട്ടെ ഉളുഹിയ്യത്താകട്ടെ കഴിവുള്ളവർ ചെയ്താൽ മതി, അല്ലാത്തവർക്ക് അതിൽ ഇളവുണ്ട്, നിർബന്ധമല്ല. അള്ളാഹു എല്ലാം കാണുന്നവനും അറിയുന്നവനുമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഇതിലൊരു വിശാലതയുണ്ട്. നമ്മളാകെ ഞെരുങ്ങിക്കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് ചെയ്യേണ്ടതില്ല എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇത് 2 ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ് എന്നുള്ളത് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കണം. കാരണം ഉളുഹിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് ദുൽഹജ്ജ് മാസവുമായി ബന്ധപ്പെട്ടതാണ്, ബലിപെരുന്നാളുമായി ബന്ധപ്പെട്ടതാണ്. അതിനൊരു നിർണിതമായ സമയമുണ്ട്. അപ്പോൾ ഗൃഹനാഥനോ അതല്ലെങ്കിൽ വീട്ടിൻ്റെ ഉത്തരവാദിത്തമുള്ള ആളുകളോ തൻ്റെ കുടുംബങ്ങൾക്കെല്ലാം വേണ്ടി, തനിക്ക് വേണ്ടിയും തൻ്റെ കുടുംബക്കാർക്ക് വേണ്ടിയും അറവിൽ പങ്കാളിയാകുന്നു, അറക്കുന്നു. അത് വലിയ പ്രതിഫലം ലഭിക്കുന്ന ഒരു കാര്യമാണ്. അതിൻ്റെ ലക്ഷ്യം അതാണ്. അപ്പോൾ അത് ദുൽഹജ്ജുമായി ബന്ധപ്പെട്ടതാണ്. അതിൻ്റെ ഒരു അടയാളം, ഒരു ചിഹ്നം പ്രകടിപ്പിക്കുക എന്നതുമായി ബന്ധപ്പെട്ടതാണ്. അഖീഖ എന്ന് പറഞ്ഞാൽ അത് ഏതെങ്കിലും പ്രത്യേക മാസമായി ബന്ധപ്പെട്ടതല്ല. മറിച്ച് നമുക്കൊരു കുഞ്ഞുണ്ടായാൽ, ആൺകുട്ടിയാകട്ടെ പെൺകുട്ടിയാകട്ടെ, നമുക്കൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിനെ പല നിലക്കുമുള്ള ഷർറുകളിൽ നിന്ന് തടയാൻ വേണ്ടി അറക്കുന്ന അറവിനാണ് അഖീഖ എന്ന് പറയുന്നത്. അതിൻ്റെ ലക്ഷ്യം തന്നെ വേറെയാണ്. അത് കുഞ്ഞിന് വേണ്ടി മാത്രമുള്ളതാണ്. എന്നാൽ ഉളുഹിയ്യത്ത് അങ്ങനെയല്ല. ആ വ്യക്തിക്കും കുടുംബത്തിനും എല്ലാം കൂടിയുള്ള, മുതിർന്നവർക്കും എല്ലാം കൂടിയുള്ളതാണ്. അതിൻ്റെ ലക്ഷ്യം വേറെയാണ്, അഖീഖ വേറെയാണ്. അതുകൊണ്ടാണ് ഉലമാക്കൾ ഇതിനെ ജംഅ് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് ധാരാളം ആളുകൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, അത് കുഞ്ഞ് ജനിച്ച് 7ാമത്തെ ദിവസമാണ് അതിൻ്റെ സുന്നത്ത്. അത് കഴിഞ്ഞാൽ പിന്നെ ഏത് സന്ദർഭത്തിലുമാകാം. ഒരു നിശ്ചിതമായ ദിവസമോ മാസമോ വർഷമോ ഒന്നുമില്ല, ഏത് സന്ദർഭത്തിലുമാകാം. പക്ഷേ 7ൻ്റെ അന്നാണ് അത് ഏറ്റവും ഖൈറായിട്ടുള്ളത്, അഫ്ളലായിട്ടുള്ളത്. അപ്പോൾ അത് ആ സമയത്ത് തന്നെ നിർവഹിക്കപ്പെട്ടു പോവേണ്ടതാണ്. എത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യുക എന്നുള്ളതാണ് കുഞ്ഞിന് ഖൈർ എന്നതൊക്കെ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. അതല്ലാതെ അടുത്ത ഉളുഹിയ്യത്തിന് വേണ്ടി അത് വെയിറ്റ് ചെയ്യുക എന്നുള്ളതൊന്നും നമുക്ക് ശറഇൽ കാണാൻ കഴിയുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അത് രണ്ടും 2 ലക്ഷ്യത്തിന് വേണ്ടിയാണ്. ഇനി ഇത് രണ്ടും കൂടി ഒരു ദിവസം ഒത്തുവന്നാൽ ശ്രദ്ധിക്കുക. ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഉളുഹിയ്യത്ത് അറക്കുന്ന യൗമുൻ നഹർ, ബലിപെരുന്നാൾ ദിവസം, പിന്നെ അയ്യാമു തശ്രീക്കിൻ്റെ ദിവസങ്ങൾ, ഈ ദിവസങ്ങളിലാണ് അഖീഖയുടെ ദിവസം കൂടി, കുഞ്ഞ് ജനിച്ച് 7ാമത്തെ ദിവസം ഈ ദിവസങ്ങളുമായി ഒത്തുവരികയാണെങ്കിൽ ഈ അറവ് ഈ 2 നിയ്യത്തോടു കൂടി തന്നെ ചെയ്യാവുന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. കാരണം അത് രണ്ടും കൂടി ഒത്തുവന്നു. അപ്പോൾ പിന്നെ അവിടെ 2 അറവ് നടത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. എന്നാൽ കഴിവുള്ള ആളുകൾ വേറെ വേറെ നിയ്യത്തിൽ തന്നെ അറവ് നടത്തലാണ് ഖൈർ. ആൺകുട്ടിയാണെങ്കിൽ ഒരാടിനെയാണ്, അഖീഖക്ക് വേണ്ടിയാണെങ്കിൽ ആൺകുട്ടിയാണെങ്കിൽ 2 ആടിനെയും പെൺകുട്ടിയാണെങ്കിൽ 1 ആടിനെയുമാണ് അറക്കേണ്ടത്. അഖീഖയുടെ അറവ് അങ്ങനെയാണ്. പെൺകുട്ടിക്ക് 1 ആടിനെയാണ് അറക്കേണ്ടത്, ആൺകുട്ടികൾക്ക് 2 ആടിനെയാണ് അറക്കേണ്ടത്.
അപ്പോൾ അതങ്ങനെ തന്നെ വേറെ തന്നെ ചെയ്യുക, ഉളുഹിയത്ത് വേറെയും ചെയ്യുക. കഴിവുള്ള ആളുകൾ അങ്ങനെയാണ് ചെയ്യേണ്ടത്. എന്നാൽ കഴിവില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ദിവസങ്ങൾ ഒത്തുവരികയും ചെയ്താൽ അവർക്കെന്ത് ചെയ്യാം? ഇത് രണ്ടും കൂടി നിയ്യത്താക്കിക്കൊണ്ട് ഒരു അറവ് നടത്താവുന്നതാണ് എന്ന് പല പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരാൾ കരുതുകയാണ്, എനിക്കിപ്പോൾ ഉളുഹിയത്തിനുള്ള സാമ്പത്തികമുണ്ട്, അഖീഖ ഞാൻ വേറെ തന്നെ അറക്കുവാൻ ഉദ്ദേശിക്കുന്നു, പക്ഷേ ഉളുഹിയത്തിൻ്റെ സമയവും അഖീഖയുടേതും ഒത്തുവന്നു. എന്തിനെയാണ് മുന്തിപ്പിക്കേണ്ടത്? ഉളുഹിയത്താണോ മുന്തിപ്പിക്കേണ്ടത്, അഖീഖയാണോ? അവിടെ ഉലമാക്കൾ പറഞ്ഞു ഉളുഹിയത്തിനെ മുന്തിപ്പിക്കണം. കാരണം ഉളുഹിയത്തിന് നിശ്ചിതമായ ഒരു സമയമുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ അത് പാടില്ല. ഒന്ന് യൗമുൻ നഹറായിരിക്കണം, അതിൻ്റെ തൊട്ട് തലേ ദിവസമോ എന്തിനേറെ ഫജ്റിന് മുമ്പായി കൊണ്ടുപോലും ചെയ്യാൻ പാടില്ല. മറിച്ച് നമസ്കാര ശേഷം, ബലിപെരുന്നാൾ നമസ്കാര ശേഷമാണ് ഉളുഹിയത്തിൻ്റെ സമയം. അയ്യാമു തശ്രീക്ക് കഴിയുന്നതോടുകൂടി അതിൻ്റെ സമയം കഴിഞ്ഞു. എന്നാൽ അഖീഖ അങ്ങനെയല്ല. അഖീഖക്ക് 7 ഏറ്റവും അഫ്ളലെങ്കിലും അതിനുശേഷം ഏത് ദിവസവും മാസവും ആകാവുന്നതാണ്. അതുകൊണ്ട് അഖീഖയെ പിന്തിപ്പിക്കുക, ഉളുഹിയത്തിനാണ് മുന്തിപ്പിക്കേണ്ടത്. രണ്ടും വേറെ വേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾ. അപ്പോൾ ഇത്രയുമാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അതുകൊണ്ട് പറയാനുള്ളത്, പല പണ്ഡിതന്മാരും അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഏറ്റവും ശരിയായ അഭിപ്രായം രണ്ടും 2 ലക്ഷ്യമായതുകൊണ്ട് തന്നെ അത് വേറെ വേറെ തന്നെ അറക്കുകയാണ് വേണ്ടത്. ഇനി ഉളുഹിയത്തിൻ്റെ ദിവസവുമായി അഖീഖ ഒത്തു വന്നാൽ കഴിവില്ലാത്ത ആളുകൾക്ക് വേണമെങ്കിൽ ആ രണ്ടും കൂടി നിയ്യത്താക്കി അറവ് നടത്താവുന്നതാണ്. അല്ല എങ്കിൽ ഉളുഹിയത്ത് ആ സമയത്ത് അറക്കുക, പിന്നീട് അഖീഖ പിന്നീട് കഴിവുള്ള സന്ദർഭത്തിൽ അറക്കുകയാണ് വേണ്ടത്. ഇതാണ് ഈ ചോദ്യവുമായി ബന്ധപ്പെട്ട് പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കാം. മരിച്ച ആളുകളെ ഉളുഹിയത്തിൽ നിയ്യത്താക്കാമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉപ്പയോ ഉമ്മയോ മരിച്ചുപോയി, നമ്മൾ ഉളുഹിയത്ത് അറക്കുന്നു, അപ്പോൾ അവരെ കൂടി ഇതിൽ നിയ്യത്താക്കാമോ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിനുള്ള ഉത്തരം പറയുമ്പോൾ നമുക്ക് പറയാനുള്ളത്, അതിന് 2-3 വകുപ്പുകളുണ്ട്. അതിലൊന്ന്, ഒരാളൊരു ഉളുഹിയത്ത് അറക്കുമ്പോൾ, നമുക്കറിയാം ഗൃഹനാഥൻ ഉളുഹിയത്ത് അറക്കുമ്പോൾ ഉമ്മയും ഉപ്പയും ഒക്കെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവർക്കെല്ലാം ഈ വ്യക്തിയുടെ അറവ് മതിയാകുന്നതാണ്. ആടാണെങ്കിൽ അതിൽ ഷെയർ പാടില്ല, ഒറ്റ ആടിനെ തന്നെ അറക്കണം. എന്നാൽ പശുവാണെങ്കിൽ 7 വരെ ഷെയർ കൂടാം, ഒട്ടകമാണെങ്കിലും അങ്ങനെ തന്നെ. അപ്പോൾ അങ്ങനെ ഒരു ഷെയർ പശുവിൻ്റെ ഇതിൽ കൂടുകയാണെങ്കിൽ, ഇനി ഒരു ആടിനെ അറക്കുകയാണെങ്കിൽ ആ ആട് ആ കുടുംബത്തിന് മൊത്തം മതിയാവുന്നതാണ്. ഗൃഹനാഥൻ ചെയ്താൽ മതി. അപ്പോൾ ഭാര്യക്കും മക്കൾക്കും മാതാപിതാക്കൾക്കും വീട്ടിലുള്ള മാതാപിതാക്കൾക്കും അത് മതിയാകുന്നതാണ്. അപ്പോൾ ഇത് മരിച്ചുപോയ ആളുകളെയും ഇതേപോലെ നിയ്യത്താക്കാം. ഇപ്പോൾ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഈ ഉളുഹിയത്തിൽ അവർ ഭാഗവാക്കാവുന്നത് പോലെ തന്നെ മരിച്ചുപോയ ഉമ്മയെയും ഉപ്പയെയും കൂടി നിയ്യത്താക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉളുഹിയത്തിൻ്റെ അറിവ് നടത്തിയപ്പോൾ അല്ലാഹുമ്മ തഖബ്ബൽ മിൻ മുഹമ്മദിൻ വ ആലി മുഹമ്മദിൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, മുഹമ്മദ് നബിയിൽ നിന്നും അതേപോലെ തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുടുംബത്തിൽ നിന്ന് നീ ഇത് സ്വീകരിക്കണമേ. അതിൽ മരിച്ചവരും പെടുമെന്ന് ഉലമാക്കൾ പറയുന്നു. അപ്പോൾ മരിച്ച ആളുകളെ കൂടി അതിൽ നിയ്യത്താക്കാം. അതുകൊണ്ട് അതിലൊരു ഇഷ്കാലില്ല, ഒരു വലിയ സംശയത്തിൻ്റെ ആവശ്യമില്ല. ജീവിച്ചിരിപ്പുള്ളവരെ ഉൾപ്പെടുത്താവുന്നതുപോലെ മരിച്ചവരെയും ഉൾപ്പെടുത്താം, അവർക്കും അതിൻ്റെ ഖൈർ ലഭിക്കുന്നതാണ് എന്ന് ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ മരിച്ചുപോയ ആളുകൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ വസിയത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഉപ്പ പറയുകയാണ്, ഞാൻ മരണപ്പെട്ടാലും എൻ്റെ സമ്പത്തിൽ നിന്ന്, എൻ്റെ പണത്തിൽ നിന്ന് ഒരു ഓഹരി എടുത്ത് നിങ്ങൾ ഷെയർ കൂടണം, നിങ്ങൾ ഉളുഹിയത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് നിർബന്ധമായി തീർന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ഉളുഹിയത്തിൽ ചേരണം. കാരണം അവരുടെ വസിയത്ത് നിറവേറ്റൽ വാജിബാണ്. അതിനവർ നിശ്ചയിച്ച ആ പണം നമുക്കതിന് ഉപയോഗിക്കുകയും ചെയ്യാം. മൂന്നാമത്തത്, മരിച്ചവരുടെ പേരിൽ തന്നെ ഒരു ഓഹരി, അതും അനുവദനീയമാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ സുന്നത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാൻ കഴിയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കറിയാം, ഖദീജ റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ നബിയുടെ മക്കളിൽ പലരും മരണപ്പെട്ടിട്ടുണ്ട്. അത്തരം സന്ദർഭങ്ങളിലൊന്നും തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചവരുടെ പേരിൽ ഒരു ഷെയർ എന്നുള്ള നിലക്ക്, അല്ലെങ്കിൽ ഒരു ആട് എന്നുള്ള നിലക്ക് അറിവ് നടത്തിയിട്ടില്ല. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരാണല്ലോ ഷെയർ കൂടേണ്ടത്. അപ്പോൾ മരിച്ചവരുടെ പേരിൽ ഒരു ഷെയർ കൂടുന്നതിന് സുന്നത്തിൽ നമുക്ക് തെളിവ് കാണാൻ കഴിയില്ല. പിന്നെ ഉലമാക്കൾ അനുവദനീയമാണെന്ന് പറയാനുള്ള കാരണം, മരിച്ചവർക്ക് വേണ്ടി സദഖ ചെയ്യുക എന്നുള്ളത് ഇസ്ലാമിൽ അറിയപ്പെട്ടൊരു കാര്യമാണ്. ഉമ്മാക്ക് വേണ്ടി, ഉപ്പാക്ക് വേണ്ടി, ഏറ്റവും അടുത്ത ബന്ധുക്കൾക്ക് വേണ്ടി നമുക്ക് സദഖ ചെയ്യാം. അത് അള്ളാഹു സ്വീകരിക്കുമെങ്കിൽ അതേപോലെ ഒരു സദഖ എന്നുള്ള നിലക്ക് അവരുടെ പേരിൽ ഒരു ഓഹരി കൂടിയാൽ അത് അവർക്ക് ആ സദഖ പോലെ ലഭിക്കുന്നതാണ്. അതുകൊണ്ട് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഒരു പ്രോത്സാഹിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമായിട്ട് നമുക്ക് സുന്നത്തിലൊന്നും കാണാൻ കഴിയുന്നില്ല. അതാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരമായി പണ്ഡിതന്മാർ പറഞ്ഞതായി കാണുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയാണ് കൂടുതൽ അറിയുന്നവൻ. ഇനി ഈ വിഷയത്തിൽ വന്ന മൂന്നാമത്തെ ഒരു ചോദ്യം,
ഹാജിമാർക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാമോ? ഇനി അത് അനുവദനീയമാണെങ്കിൽ നഖം, മുടി എന്നിവ വെട്ടാൻ പാടില്ലെന്ന വിധി ഹാജിമാർക്കും ബാധകമാണോ എന്നാണ്. ഇതിവിടെ പ്രത്യേകം ചോദിക്കാനുള്ള കാരണം, ഹാജിമാരാണെങ്കിൽ തമത്തുഇൻ്റെ ഹജ്ജാണെങ്കിൽ അല്ലെങ്കിൽ ഖിറാനിൻ്റെ ഹജ്ജാണെങ്കിൽ അവർക്ക് ഹദിയിനെ, ഉരുവിനെ അറക്കൽ വാജിബാണ്, നിർബന്ധമാണ്. അപ്പോൾ അവരുടെ അറവ് മക്കയിൽ നടക്കുന്നുണ്ട്. എന്നിരിക്കെ അവർ പ്രത്യേകം ഉളുഹിയത്തിൽ ചേരേണ്ടതുണ്ടോ? ഉളുഹിയത്ത് ഹജ്ജിന് പോകാത്ത നാട്ടിലുള്ളവർക്കുള്ളതാണ്. അപ്പോൾ അവിടെ നമുക്ക് പറയാനുള്ളത്, ഹാജിമാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഹദി മതിയാകുന്നതാണ്. മാത്രമല്ല അത് വാജിബുമാണ്, നിർബന്ധമാണ്. ഉളുഹിയത്ത് സുന്നത്താണ്, പക്ഷേ ഹദി വാജിബാണ് തമത്തുഇൻ്റെയും ഖിറാനിൻ്റെയും ഹജ്ജിൻ്റെ ആളുകൾക്ക്. അപ്പോൾ ആ ഹദി അവിടെ ഉണ്ടെങ്കിൽ, അങ്ങനെ ഒരു അറിവ് അവിടെ നടക്കുന്നുണ്ടെങ്കിൽ പിന്നെ ഉളുഹിയത്തിൽ പങ്കെടുക്കേണ്ടതില്ല. എന്നാൽ ഒരാൾക്ക് പങ്കെടുക്കണം, നാട്ടിലും തൻ്റെ കുടുംബത്തിന് വേണ്ടി, തൻ്റെ കുടുംബമൊക്കെ നാട്ടിലാണുള്ളത്, അവർക്ക് വേണ്ടി ഉളുഹിയത്തിൽ പങ്കെടുക്കണം എന്നൊരു ഹാജി ആഗ്രഹിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഉളുഹിയത്തിൽ പങ്കെടുക്കാവുന്നതാണ്. അപ്പോൾ ചോദ്യത്തിൻ്റെ ഉത്തരം, ഉളുഹിയത്തിൽ പങ്കെടുക്കാം. പിന്നെ അവശേഷിക്കുന്നത് എന്താണ്? ഒരാൾ ഉളുഹിയത്ത് ഉദ്ദേശിച്ചാൽ ദുൽഹജ്ജ് 1 മുതൽ നഖം, മുടി ഇതൊന്നും വെട്ടാൻ പാടില്ല, തൊലിയിൽ നിന്ന് നീക്കാൻ പാടില്ല എന്നൊക്കെ ഹദീസിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ഒരാൾ ദുൽഹജ്ജ് 1 ശേഷമാണ് ഹജ്ജിന് പോകുന്നത്. അപ്പോൾ തമത്തുവിൻ്റെ ഹജ്ജാണെങ്കിൽ ഉംറ കഴിഞ്ഞ് തഹല്ലുലാകണം. തഹല്ലുലാകുമ്പോൾ മുടി വെട്ടണമല്ലോ. എന്നാൽ ഉളുഹിയത്തിൽ ചേർന്നാൽ മുടി വെട്ടാൻ പാടില്ല എന്നുള്ള നിയമമുണ്ട്. അപ്പോൾ ഹാജിമാരെന്ത് ചെയ്യും? എങ്ങനെ തഹല്ലുലാകും? അവിടെ ഉലമാക്കൾ പറഞ്ഞു, ഉംറയിലും അതേപോലെ തന്നെ ഹജ്ജിലുമൊക്കെ തഹല്ലുലാവുക എന്നുള്ളത് ആ ആരാധനയുടെ നുസുക്കിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ അത് വിലക്കപ്പെട്ട കാര്യത്തിൽ ഉൾപ്പെടുകയില്ല. അതുകൊണ്ട് അവർക്ക് മുടി വെട്ടാം, മുടി ചെറുതാക്കാം, അല്ലെങ്കിൽ മൊട്ടയടിക്കാം. അതൊരിക്കലും എന്തിൻ്റെ ഭാഗമായി തീരുകയില്ല? നേരത്തെ വിലക്കിയതിൻ്റെ ഭാഗത്തിൽ അത് ഉൾപ്പെടുകയില്ല. കാരണം അത് ഉംറയുടെ ഭാഗമായി ചെയ്യേണ്ട നിർബന്ധമായിട്ടുള്ള കാര്യത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് അവർക്ക് മുടിയെടുക്കാം, അതിന് കുഴപ്പമില്ല. എന്നാൽ ആ തഹല്ലുലായി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഈ ദിവസങ്ങളിൽ നഖം വെട്ടാതെ മുടിയെടുക്കാതെ നിൽക്കൽ ഉളുഹിയത്തിൽ പങ്കുചേർന്ന അതേ ആളുകളുടെ നിയമം പോലെ ഖൈറാണ്. അതല്ല, അവർക്ക് അങ്ങനെ ചെയ്യാവുന്നതാണ്, അങ്ങനെ ചെയ്യേണ്ടതാണ് എന്നും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ തഹല്ലുലാകാൻ വേണ്ടി മുടിയെടുക്കൽ ഇതിൻ്റെ ഭാഗമായി വരികയില്ല എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അവർക്ക് ഉളുഹിയത്തിൽ പങ്കെടുക്കാം, തഹല്ലുലിന് വേണ്ടി അവർക്ക് മുടിയെടുക്കുകയും ചെയ്യാം എന്നാണ് 3ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമായി പറയാനുള്ളത്. 4ാമത്തെ ചോദ്യമായി ലഭിച്ചിട്ടുള്ളത് ദുൽഹജ്ജ് 1 ശേഷം ഉളുഹിയത്ത് നിയ്യത്താക്കാമോ എന്നാണ്. കാരണം അങ്ങനെ ഒരു ചോദ്യം വരാനുള്ള കാരണം ഹദീസിൽ വന്നിട്ടുണ്ടല്ലോ, ഒരാൾ ഉളുഹിയത്ത് ഉദ്ദേശിക്കുകയാണെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ അവരെന്ത് ചെയ്യാൻ പാടില്ല? മുടിയെടുക്കാനോ നഖം വെട്ടാനോ അതേപോലെയുള്ള കാര്യങ്ങളൊന്നും പാടില്ലാത്തതാണല്ലോ. അപ്പോൾ ദുൽഹജ്ജ് തുടങ്ങിക്കഴിഞ്ഞു, ഇനി നമുക്ക് നിയ്യത്താക്കാമോ എന്നാണ് ചോദ്യം. തീർച്ചയായും നിയ്യത്താക്കാമെന്നാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ പിന്നെ മുടിയെടുക്കുന്നതും നഖം വെട്ടുന്നതും അതിൻ്റെ അവസ്ഥ എന്താണ്? ദുൽഹജ്ജ് 5 ഒരാൾ നിയ്യത്താക്കിയതെന്ന് കരുതുക. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ അയാളും നഖം വെട്ടാതിരിക്കണമോ? അവിടെ പണ്ഡിതന്മാർ പറഞ്ഞ കാര്യം, ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഒരു ഉരുവിനെ വാങ്ങാനുള്ള ഒരവസ്ഥ വരുമെന്ന് നിങ്ങൾ മനസ്സിൽ കരുതുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഊഹത്തിൽ ഒരു 90% നിങ്ങൾക്ക് അറക്കാൻ കഴിയും എന്ന് തോന്നുന്നവരാണെങ്കിൽ അവർ ഉരുവിനെ വാങ്ങിയിട്ടില്ലെങ്കിലും ആ സമയത്ത് അവരുടെ കയ്യിൽ പണമില്ലെങ്കിൽ പോലും ദുൽഹജ്ജ് 1 മുതൽക്ക് തന്നെ അവർക്കെന്ത് ചെയ്യാം? നഖം വെട്ടാതിരിക്കാം, മുടി വെട്ടാതിരിക്കാം. കാരണം അവിടെ നിയ്യത്തുണ്ട് മനസ്സിൽ, ഞാനിങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ള നിയ്യത്തുണ്ട്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ അറാദ എന്നാണ്, ഉദ്ദേശിക്കുന്ന ആളുകൾ എന്നാണ്. അപ്പോൾ അതുകൊണ്ട് ഉരുവിനെ വാങ്ങിയിട്ടില്ലെങ്കിലും അതിനുള്ള പൈസ വന്നിട്ടില്ലെങ്കിലും ഏകദേശം അത് ചെയ്യുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ദുൽഹജ്ജ് 1 മുതൽ മറ്റുള്ള ആളുകളെ പോലെ തന്നെ മുടിയെടുക്കാതിരിക്കാം, നഖം വെട്ടാതിരിക്കണം, അതാണ് വേണ്ടത്. ഇനി ഒരാൾക്ക് വലിയ ഉറപ്പൊന്നുമില്ല, ഒരു പൈസ കിട്ടാനുണ്ട്, കിട്ടിയാൽ കൂടാം, ഇല്ലെങ്കിൽ കൂടാൻ പറ്റില്ല എന്നൊരവസ്ഥയിലാണെങ്കിൽ എപ്പോഴാണോ അയാൾക്ക് പൈസ കിട്ടുന്നത് അത് ദുൽഹജ്ജ് ഏത് ദിവസമാണെങ്കിലും അയാൾ ആ ഉരുവിനെ വാങ്ങിയ അന്ന് മുതൽക്ക് നഖം വെട്ടാതിരിക്കുക, മുടിയെടുക്കാതിരിക്കുക. എപ്പോഴാണോ പൈസ കിട്ടുന്നത്, വാങ്ങുന്നത്, നിയ്യത്ത് ഉറപ്പിക്കുന്നത്, അപ്പോൾ മുതൽ ചെയ്താൽ മതിയാകുന്നതാണ്. മാത്രമല്ല ചില ഉലമാക്കൾ പറഞ്ഞത് ഇത് ഹറാമായി തീരുന്നത്, മുടിയെടുക്കലും നഖം വെട്ടലും ഹറാമായി തീരുന്നത് പോലും പണം കൊടുത്ത് നമ്മൾ ഉരുവിനെ സ്വന്തമാക്കിയതിന് ശേഷം മാത്രമാണ്. അങ്ങനെ വാങ്ങിയവരെ ദുൽഹജ്ജ് 1 മുതൽ ഈ കാര്യം ശ്രദ്ധിക്കേണ്ടതുള്ളൂ, കേവലം നിയ്യത്ത് കൊണ്ട് ശ്രദ്ധിക്കേണ്ടതില്ല എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ നമുക്ക് പറയാനുള്ളത്, മനസ്സിൽ ഉദ്ദേശമുള്ളവരൊക്കെ ദുൽഹജ്ജ് 1 മുതൽ തന്നെ അങ്ങനെ ചെയ്യട്ടെ. അല്ലാത്ത ആളുകൾ എപ്പോഴാണ് അവർ ഉരുവിനെ വാങ്ങുന്നത് അന്ന് മുതൽ മുടിയെടുക്കാതിരിക്കുക, നഖം വെട്ടാതിരിക്കുക എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന കാര്യം. ഇതാണ് 4ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. 5ാമത്തെ ചോദ്യം, വീട്ടിലുള്ള എല്ലാവരും നഖം, മുടി എന്നിവ എടുക്കാതിരിക്കണമോ എന്നാണ്. എന്ന് പറഞ്ഞാൽ
ഉളുഹിയത്തിൽ പങ്കുചേരുന്ന ആളുകൾ മുടിയെടുക്കരുത്, നഖം വെട്ടരുത് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അതെല്ലാ വീട്ടിലുള്ള എല്ലാവർക്കും ബാധകമാണോ? എല്ലാവർക്കും ബാധകമല്ല. മറിച്ച് ആരാണോ പണം മുടക്കിയിട്ട് ഇതിൽ പങ്കാളിയാവുന്നത് ആ വ്യക്തിക്ക് മാത്രമാണത് ബാധകം. അയാൾ മറ്റൊരാളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അയാൾക്ക് പോലും അത് ബാധകമല്ല. പൈസ കൊടുത്തിട്ട് പറയുകയാണ് നിങ്ങൾ ഷെയർ ചേരണം എനിക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ ആ വക്കാലത്ത് ഏൽപ്പിക്കപ്പെട്ട വ്യക്തി അദ്ദേഹത്തിന് നഖം വെട്ടുന്നതിനോ മുടിയെടുക്കുന്നതോ യാതൊരു കുഴപ്പമില്ല. മറിച്ച് ആരാണോ പൈസ മുടക്കി അതിൽ പങ്കാളിയാകുന്ന മെയിൻ ആൾ ആരാണോ ആ വ്യക്തിക്ക് മാത്രമാണ് അത് ബാധകം. വീട്ടിലുള്ള സ്ത്രീകൾക്കോ മക്കൾക്കോ മാതാപിതാക്കൾക്ക് വേണ്ടിയോ ആണ് അയാൾ ചെയ്യുന്നതെങ്കിൽ മാതാപിതാക്കൾക്കും ഒന്നും തന്നെ ഇത് ബാധകമല്ല. ആറാമത്തെ ചോദ്യം, സ്ത്രീകൾക്കും കുട്ടികൾക്കും ഉളുഹിയത്തിൽ പങ്കെടുക്കാമോ സ്വതന്ത്രമായി? ഇങ്ങനൊരു ചോദ്യം ചോദിക്കാനുള്ള കാരണം പലപ്പോഴും വാപ്പ അറക്കുന്നത് ഭാര്യയ്ക്കും മക്കൾക്കുമൊക്കെ ലഭിക്കുന്നതാണ്. അവർക്ക് വേണ്ടി വേറെ വേറെ അറക്കണമെന്നില്ല. പക്ഷേ ഭാര്യയ്ക്കൊരാഗ്രഹം അവർക്കും അങ്ങനെ ചെയ്യണമെന്ന്. അവർക്ക് ചെയ്യാം, ഒരു ഷെയറിൽ അവർക്ക് പങ്കാളിയാവാം, അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാവും. മക്കൾക്ക് ചേരാം, പ്രായപൂർത്തിയായവർക്കും അല്ലാത്തവർക്കുമൊക്കെ അതിൽ ഭാഗവക്കാവാം, അതിൻ്റെ പ്രതിഫലം അവർക്കുണ്ടാകും, അവരുടെ മാതാപിതാക്കൾക്കും ഉണ്ടാകും. അതുകൊണ്ട് അങ്ങനെയാവാം. ഇനി ഒരു സ്ത്രീക്ക് മാത്രം തൻ്റെ ഭർത്താവിന് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി ഒരു സ്ത്രീ ചേർന്നാൽ അത് മതിയാവൂലേ? തീർച്ചയായും മതിയാകും. അത് പുരുഷൻ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. തൻ്റെ ഭർത്താവിൻ്റെ കയ്യിൽ പണമില്ല, എന്നാൽ സ്ത്രീയുടെ കയ്യിൽ പണമുണ്ട്, ഭാര്യയുടെ കയ്യിൽ പണമുണ്ട്, ഉമ്മാൻ്റെ കയ്യിൽ പണമുണ്ട്, ഉമ്മാക്ക് ചെയ്യാം. അതേപോലെ തന്നെ മക്കൾക്ക് മാതാപിതാക്കളെ കൂടി ഉൾപ്പെടുത്തിയിട്ട് മക്കൾക്ക് മാത്രം ചെയ്യാം. മക്കൾ ചെയ്താലും അത് മാതാപിതാക്കൾക്കും മറ്റും മതിയാകും. അത്തരം സാഹചര്യങ്ങളിൽ അതെല്ലാം അനുവദിക്കപ്പെട്ടതാണ്. അതിലൊക്കെ വിശാലതയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഏഴാമത്തെ ചോദ്യം, ഉളുഹിയത്ത് ഉദ്ദേശിച്ച ആൾ മുടി വെട്ടിയാൽ ഉളുഹിയത്ത് ക്യാൻസലാകുമോ എന്ന് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന ആളുകൾ ദുൽഹജ്ജ് 1 മുതൽ മുടിയെടുക്കരുത്, നഖം വെട്ടരുത്. പക്ഷേ ഒരാൾ അങ്ങനെ ചെയ്താൽ മറന്നുകൊണ്ടാണെങ്കിൽ യാതൊരു വിഷയവുമില്ല. കാരണം മറവി ഈ ഉമ്മത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിട്ടു തന്നിട്ടുണ്ട്. എന്നാൽ ഒരാൾ മനഃപൂർവ്വം മുടിയെടുത്തു, മനഃപൂർവ്വം നഖം വെട്ടിയാലോ അത് ഉളുഹിയത്തിനെ ബാത്തിലാക്കൂല. ആ ഉളുഹിയത്ത് അയാൾ ചെയ്യണം. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കൽപ്പനയെ ആ വ്യക്തി ധിക്കരിച്ചു. അതൊരു തെറ്റാണ്. ഇസ്തിഗ്ഫാറിനെ തേടണം, പൊറുക്കലിനെ തേടണം. പക്ഷേ ഉളുഹിയത്ത് ഒരിക്കലും എന്താവൂല, ബാത്തിലാവൂല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉളുഹിയത്ത് ബാത്തിലാവുകയില്ല. പക്ഷേ പണ്ഡിതന്മാർ പറഞ്ഞു അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം. പലരും പറഞ്ഞത് ഹറാമാണ് അങ്ങനെ മുടിയെടുക്കലും നഖം വെട്ടലുമൊക്കെ. അതുകൊണ്ട് കൽപ്പിച്ചു കൂട്ടി ചെയ്യാതിരിക്കുകയാണ് വേണ്ടത്. ചെയ്താൽ അവർ തൗബ ചെയ്താൽ മതി, ഉളുഹിയത്ത് ബാത്തിലല്ല. എട്ടാമത്തെ ചോദ്യം, 7-ൽ കുറവ് ഷെയറുകൾ അനുവദനീയമാണോ? ഇതും പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. കാരണം പല ആളുകളും ധരിച്ചിട്ടുള്ളത് ആടാണെങ്കിൽ 1 പാടുള്ളൂ, എല്ലാവർക്കും അറിയാം, ആടിൽ ആരും ഷെയർ കൂടാൻ പാടില്ല. പക്ഷേ പശുവോ ഒട്ടകമോ ആണെങ്കിൽ അതിൽ ഷെയർ കൂടാം. അപ്പോൾ അത് 7 വരെ പോകാം. അപ്പോൾ പലർക്കും സംശയം 7 ആളുകൾ തികഞ്ഞിട്ടില്ലെങ്കിൽ ഇത് പറ്റില്ല എന്നാണ്. അങ്ങനെയല്ല. ഒരു പശുവിനെ തന്നെ ഒരാൾക്ക് അറക്കാം, ഒരാൾക്ക് തന്നെ ഒരു പശുവിനെ അറക്കാം, 2 ആളുകൾ കൂടിയിട്ടാവാം, 3 ആളുകൾ കൂടാം. മാക്സിമം 7 എന്നേ ഉള്ളൂ. മാക്സിമം 7 എന്നേ ഉള്ളൂ. അല്ലാതെ 7 തന്നെ നിർബന്ധമാണ്, അതിൽ കുറഞ്ഞാൽ പറ്റൂല എന്നുള്ളത് തെറ്റിദ്ധാരണയാണ്. ആ ധാരണ തിരുത്തുക. 9ാമതൊരു ചോദ്യം പലരും ചോദിക്കുന്നതാണ്, ഉളുഹിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങൾക്ക് നൽകാമോ എന്നുള്ളതാണ്. ഉളുഹിയത്തിൻ്റെ മാംസം അമുസ്ലിമീങ്ങൾക്ക് നൽകാമോ? നൽകാം, യാതൊരു കുഴപ്പമില്ല. കാരണം അവിടെ അങ്ങനെ ഒരു വിലക്ക് വന്നിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ദരിദ്രരായ പാവപ്പെട്ട ആളുകൾക്കൊക്കെ കൊടുക്കണമെന്നാണ്. അങ്ങനെ ഈ ഒരു ഉളുഹിയത്തിൻ്റെ മാംസത്തെ അനാദരിക്കാത്ത, അതിനോട് ബഹുമാനക്കേട് കാണിക്കാത്തവരാണെങ്കിൽ, ചിലർ അതിനെ അനാദരിക്കുന്നവരാണ്, അതിനെ ചീത്ത പറയുന്നവരാണ്, അതൊക്കെ പാടില്ല എന്ന് പറയുന്നവരാണ്, അവരെ അങ്ങോട്ട് കൊണ്ടുപോയി നിർബന്ധിച്ച് നമ്മൾ കൊടുക്കേണ്ടതില്ല. എന്നാൽ അങ്ങനെയൊന്നും ചെയ്യാത്ത, അതിനോട് അനാദരവ് കാണിക്കാത്ത പാവങ്ങളായ നല്ല നിലക്ക് അതൊക്കെ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർ അമുസ്ലിമീങ്ങളാണെങ്കിലും അവർക്ക് ഉളുഹിയത്തിൻ്റെ മാംസം കൊടുക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അയൽവാസികൾക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ അതിൽ നിന്ന് നൽകാം. ഇനി അവർ പാവപ്പെട്ടവർ ആവണം എന്നുമില്ല, മറിച്ചൊരു ഗിഫ്റ്റായി, ഹദിയയായി അവർക്കൊക്കെ കൊടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല. ഇനി 10ാമത്തെ ചോദ്യം, 3 ഓഹരിയാക്കണം ഉളുഹിയത്ത് എന്ന നിബന്ധനയുണ്ടോ എന്നാണ്. 3 ഓഹരിയാക്കുക, 1 വീട്ടുകാരെടുക്കുക, 2 പുറത്തു കൊടുക്കുക, അങ്ങനെ. എന്നാൽ നമുക്കങ്ങനെ ഒരു 3 ഓഹരിയാക്കൽ നിർബന്ധമുള്ളതായിട്ടോ സുന്നത്തുള്ളതായിട്ടോ നമുക്ക് കാണാൻ കഴിയില്ല. മറിച്ച് പരിശുദ്ധ ഖുർആനിൽ ഉപയോഗിച്ചിട്ടുള്ളത് ഫകുലൂ മിൻഹ വഅത്ഇമുൽ ബാഇസൽ ഫഖീർ, ഫകുലൂ മിൻഹ വഅത്ഇമുൽ ഖാനിയ വൽ മുഅ്തർ എന്നൊക്കെ സൂറത്തുൽ ഹജ്ജിൽ കാണാം. നിങ്ങളും കഴിക്കുക, പാവപ്പെട്ടവർക്ക് ചോദിച്ചു വരുന്നവർക്കും ഒക്കെ അത് നൽകുകയും ചെയ്യുക. അപ്പോൾ നമുക്കും എടുക്കാം, മറ്റുള്ളവർക്കും കൊടുക്കാം. അതിൻ്റെ അളവ് അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമാകുന്നതിനൊന്നും യാതൊരു കുഴപ്പവുമില്ല.
എന്നാൽ സമൂഹത്തിൽ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമ്മൾ കുറച്ചെടുക്കുക, എല്ലാവരിലേക്കും എത്തിക്കുക, അതാണ് കൂടുതൽ ഖൈർ. അങ്ങനെയൊന്നുമില്ലാത്തൊരവസ്ഥയാണെങ്കിൽ നമുക്ക് പകുതി എടുക്കാം, പകുതി പുറത്തു കൊടുക്കാം, അല്ലെങ്കിൽ കൂടുതൽ എടുക്കാം, 1/3 പുറത്തു കൊടുക്കാം, വിരോധമില്ല. പിന്നെ ഈ 3 ഓഹരി പറയാനുള്ള കാരണം, ചില ഹദീസുകളിൽ ചില മഹാന്മാരായ വ്യക്തിത്വങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹം കൊടുത്ത പല ആളുകളെ സംബന്ധിച്ചും ഹദീസിൽ വന്നപ്പോൾ അതിൽ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് ലഭിക്കുന്ന ധനം അവർ 3 ഓഹരിയാക്കും. അതിലൊന്ന് അവർ എന്ത് ചെയ്യും? അവർ ഉപയോഗിക്കും. 2 പാവങ്ങൾക്ക് കൊടുക്കും. 3-മത്തത് അടുത്ത വർഷത്തേക്ക് വേണ്ടി അവർ നീക്കിവെക്കും. ഇത് ധാന്യങ്ങളെക്കുറിച്ചും പഴവർഗ്ഗങ്ങളെക്കുറിച്ചുമൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു നല്ലൊരു ഓഹരി വെക്കലാണല്ലോ. അത് തനിക്ക് ഭാവിയിലേക്ക് കരുതി വെക്കുന്നു, താൻ ഉപയോഗിക്കുന്നു, മറ്റുള്ളവർക്കും കൊടുക്കുന്നു. ഇതേപോലെ ഒരു ഓഹരി കരുതി വെക്കുക, ഒരു ഓഹരി ഉപയോഗിക്കുക, ഒരു ഓഹരി പാവങ്ങൾക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അതിലൊരു ഓഹരി നാം എടുക്കുന്നു, ഒരു ഓഹരി നമ്മുടേതായ ആളുകൾക്ക്, അവർ പാവങ്ങളല്ലെങ്കിലും സുഹൃത്തുക്കൾ, കുടുംബക്കാർക്കൊക്കെ കൊടുക്കുന്നു, ഒരു ഓഹരി പാവങ്ങൾക്ക് മാത്രമായി കൊടുക്കുന്നു. അത് അവരവരുടെ ഇഷ്ടമാണ്. അതിലൊരു നിർബന്ധ കാര്യമില്ല. ഓരോ ആളുകളും സാഹചര്യമനുസരിച്ച്, കുടുംബത്തിൻ്റെ സാഹചര്യമനുസരിച്ച് അവർക്കത് വിതരണം ചെയ്യാവുന്നതാണ് എന്നാണ് പണ്ഡിതന്മാരുടെ അഖ്വാലുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അള്ളാഹുവാണ് കൂടുതൽ അറിയുന്നവൻ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദി വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.